ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാന്യരായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ടി കെ അബ്ദുറഹിമാൻ ബാഖവി ഉസ്താദ്, ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സാർ, കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ SHO ബഹുമാന്യരായ കിരൺ സാർ, ജനപ്രതിനിധികൾ, പണ്ഡിതർ, സ്നേഹധന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നലെ കേരളത്തിലെ മലയാള പത്രങ്ങളിലെ ഫസ്റ്റ് പേജ് വ്യാപകമായ ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കും വിധേയമായ വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. പത്രത്തിൻ്റെ സാധാരണ ഓരോ പത്രവും സ്വീകരിക്കുന്ന ഫോണ്ട് ഉണ്ട്, ലെറ്റർ സ്റ്റൈൽ. ഈ ഫോണ്ട് സ്വീകരിക്കാതെ ഒന്നാം പേജിൽ തന്നെ മുഴുവൻ മലയാളികളെയും ആശങ്കയിലാക്കും വിധത്തിലുള്ള പ്രധാനപ്പെട്ട ചില വാർത്തകൾ ആ ഒന്നാം പേജിൽ ഇടം പിടിച്ചിരുന്നു. അതിലൊരു വാർത്ത ഇങ്ങനെയാണ്: അടുത്ത ഫെബ്രുവരിയോടുകൂടി ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ ഇല്ലായ്മ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യും എന്നാണ്. വാർത്ത കണ്ട ഉടനെ നാടുനീളെ ആളുകൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇവൻ പത്ര ഓഫീസുകളിലേക്ക് പോലും വിളിച്ചു ആശങ്കയ്ക്ക് അറുതി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പത്രത്തിൻ്റെ വലതുഭാഗത്ത് തന്നെ മുന്നറിയിപ്പ് എന്ന ഒരു തലക്കെട്ടുണ്ടായിരുന്നു. ആ തലക്കെട്ട് മഹാഭൂരിപക്ഷം ആളുകളും വായിച്ചിട്ടില്ല. പത്രത്തിൻ്റെ അടിഭാഗത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ, ഭാവി ഇന്ത്യ, ഭാവി കേരളം എങ്ങനെയായിരിക്കും എന്നത് സൂചിപ്പിക്കുന്ന ഒരു പരസ്യ തലവാചകമായിരുന്നു ആ ഒന്നാം പേജിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ഈ അഡ്വർടൈസ്മെന്റ് ആ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തത്. അതിൽ പറയുന്ന ഭാവനാത്മകമായ ചില കാര്യങ്ങളുണ്ട്. കടലിനടിയിൽ സ്ഥാപിച്ച ഒരു നഗരം, AI സാങ്കേതിക വിദ്യയിലൂടെ തകർക്കപ്പെടുന്ന ഒരു പ്രത്യാക്രമണം തുടങ്ങി ധാരാളം വാർത്തകൾ. ഞാൻ ആമുഖമായി ഈ കാര്യം സൂചിപ്പിച്ചത്, ലോകത്ത് സാങ്കേതിക വിദ്യ അതിവേഗതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായി മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി നമ്മുടെ പ്രതലത്തിൽ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 50 ആണ്ട് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ആതുരാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വഭാവത്തിലുള്ള ആതുരാലയങ്ങൾ ഇന്ന് ലഭ്യമാണ്. പക്ഷെ അപ്പോഴും ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഒരു സഹോദരൻ പങ്കുവെച്ചത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സഹോദരിക്ക് എല്ലാ മാസവും, എല്ലാ വർഷവും തൊട്ടടുത്തുള്ള MVR ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. കഴിഞ്ഞ 3 മാസം മുമ്പ് ശരീരത്തിൻ്റെ മേലെ സ്കിന്നിൽ ഒരു തുടിപ്പ് കണ്ട് ചെക്ക് ചെയ്തതാണ്. ബയോപ്സി ചെയ്തു. ആശങ്കപ്പെടുന്നത് പോലെ ക്യാൻസറിൻ്റെ 2nd സ്റ്റേജിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ട്. ഇവരെല്ലാ പരിശോധനയും സാമ്പത്തിക ശേഷിയുള്ളത് കൊണ്ട് നടത്തിയ ഇവർ മെഡിക്കൽ കോളേജിലെ അജയൻ സാർ അടക്കമുള്ള, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ഓങ്കോളജി വിഭാഗത്തിലെ ഗംഗാധരൻ സാർ അടക്കമുള്ള മുഴുവൻ ഡോക്ടർമാരുടെയും ഏതു വഴിക്കാണ് ഈ രോഗം വന്നത് എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം എന്ന് പറയുക, അതിന് അറബിയിൽ പറയുന്ന ഒരു പേര് ആഫിയത്ത് എന്നാണ്. ഇവിടെ ഇരിക്കുന്ന മുസ്ലിം വിശ്വാസികളെല്ലാവരും ഇന്ന് പ്രഭാത പ്രാർത്ഥന, സുബഹി നിസ്കാരത്തിൽ 2ാം സ്റ്റെപ്പിൽ, 2ാമത്തെ റക്അത്തിൽ കുനൂത്ത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. പടച്ചവൻ എനിക്ക് സന്മാർഗം നൽകണം, നീ ധാരാളം ആളുകൾക്ക് സന്മാർഗം നൽകിയിട്ടുണ്ട്. 2ാമത് പറയുന്ന പ്രാർത്ഥന വആഫിനി ഫീമൻ ആഫൈത്. ആഫിയത്ത്, ആയുരാരോഗ്യം, ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട്
പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ തന്നെ ഈ ആവശ്യം സ്രഷ്ടാവിനോട് വിശ്വാസികൾ ഉന്നയിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരോഗ്യം എന്നത് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. എന്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യം? ചിലർ പറയും രോഗമില്ലാത്ത അവസ്ഥയാണ് എന്ന്. അല്ല, ഒരു സുസ്ഥിരമായി ഇവിടെ ധാരാളം രോഗാണുക്കൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് രോഗം ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. അബ്ബാസിയ കാലഘട്ടത്തിൽ മദീനയിൽ, ബഗ്ദാദിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കണം. ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചു. ഡോക്ടർമാർ ചെയ്ത പ്രവൃത്തി എന്താ? അവർ മൃഗത്തെ അറുത്ത് അതിന്റെ മാംസത്തെ പീസാക്കിയിട്ട് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ചു. എന്നിട്ട് ഏറ്റവും വേഗതയിൽ ഈ മാംസം ചീത്തയാവുന്നത് എവിടെയാ? അവിടെ ബാക്ടീരിയയുടെ പ്രവർത്തനം അധികമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു നഗരത്തിന്റെ ഒരു കോണിൽ വെച്ച മാംസമാണ് വേഗത്തിൽ ചീത്തയായത്, വേഗത്തിൽ അഴുകാൻ തുടങ്ങിയത്. ഡോക്ടർമാർ നിർദ്ദേശിച്ചു, ഇവിടെയാണ് പ്ലോട്ട്, ഇവിടെയാണ് ആശുപത്രി ഉണ്ടാക്കേണ്ടത്. ഈ ഒരു ആലോചനയുടെ ഭാഗമായി ലോകം ആരംഭിച്ച കാലം മുതൽ തന്നെ മനുഷ്യന്റെ സുസ്ഥിരമായ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നാം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്റേ, സ്കാനിങ് പോലെയുള്ള സംഭവങ്ങൾ ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഔട്ടായേക്കാം. പകരം ഹോൾ ബോഡി ചെക്ക് ചെയ്ത് എവിടെയാണോ പ്രശ്നമുള്ളത്, എവിടെയാണോ കോശവർദ്ധനവുള്ളത്, എവിടെയാണോ കോശത്തിന്റെ അഴുകലുള്ളത്, അത് കണ്ടെത്തി അത് നേരത്തെ ട്രീറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ മാത്രം ഈ ആരോഗ്യരംഗം വികസിച്ചു എന്ന് പറയുമ്പോഴും രോഗത്തിന്റെ കാരണങ്ങളെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബ്ലഡിന്റെയും സിറത്തിന്റെയും പരിശോധന നടക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ, കഴിഞ്ഞ ഒരു 15-20 വർഷം മുമ്പ് ഡയാലിസ് സെന്റർ എന്ന പദം നമ്മൾ ആരോ കേട്ടിരുന്നു? നമുക്കറിയില്ല. ഇന്ന് ഓരോ പഞ്ചായത്തിലും ഡയാലിസ് സെന്റർ തുടങ്ങാനാകും വിധത്തിലേക്ക് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒന്ന് യൂട്ടേൺ അടിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. നാം രോഗം വന്നാൽ ചികിത്സിക്കുകയാണ്. രോഗം വന്നാൽ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗം വരുന്നതിൻ്റെ കവാടത്തിൽ, ജാലകത്തിൽ എത്തുമ്പോഴേ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുക, അല്ലെങ്കിൽ അതിനു മുമ്പേ ആരംഭിക്കുക എന്നതാണ്. ഇന്നിവിടെ പരിശോധനയുടെ റിസൾട്ട് വാങ്ങുന്ന മുഴുവൻ രോഗികളും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഈ പരിസരത്തുണ്ടാകും. ഞങ്ങൾ അവരോട് വിനീതമായി പറയുന്നു, നിങ്ങളുടെ റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് നിങ്ങൾ പോകണം. മനുഷ്യ ശരീരത്തിലെ ബ്ലഡിലുള്ള മാലിന്യമാണ് ക്രിയാറ്റിനിൻ. ആ ക്രിയാറ്റിനിന്റെ അളവ് കൂടുകയാണ് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട്, നമ്മുടെ ജീവിതശൈലി കൊണ്ട്. ആ കൂടലാണ് ക്രമേണ ഒരു അണ്ടിപ്പരിപ്പിനോളം വലിപ്പമുള്ള ചെറിയ 2 വൃക്കകൾ വലിയൊരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ഡയാലിസ് സെന്ററിൽ പോയി നോക്കൂ, എത്ര സമയം പിടിക്കും ഒരാളെ ഡയാലിസ് സെന്ററിൽ ഡയാലിസ് ചെയ്യാൻ? 2.5-3 മണിക്കൂർ സമയം പിടിക്കുകയാണ്. എത്ര മനുഷ്യാധ്വാനം! സാമ്പത്തികമായി കാരുണ്യ സംവിധാനത്തിലൂടെ സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇഞ്ചക്ഷനിലും അടിസ്ഥാനപരമായി വീക്കിലി കൊടുക്കേണ്ട മരുന്നുകൾക്കും വേണ്ടി ആയിരക്കണക്കിന് രൂപ രോഗി കുടുംബം ചെലവഴിക്കേണ്ടി വരികയാണ്. എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം? ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഭക്ഷണങ്ങളാണ്. ഒരാൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് നാവിലെ രസം മാത്രമല്ല, കാഴ്ചയിലെ സൗന്ദര്യമാണ്. കാഴ്ചയിലെ സൗന്ദര്യമാണ്, നാസാദ്വാരങ്ങളിലെ സുഗന്ധമാണ്. നിറവും മണവും രുചിയും ചേരുമ്പോഴാണ് ഒരു ഭക്ഷണത്തെ ഞാനും നിങ്ങളും ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്നത്. ഇത് വിപണിയിലുള്ള കച്ചവടക്കാർക്കറിയാം, ഞാൻ അവരെ ആക്ഷേപിക്കല്ല. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ തയ്യാറാക്കുന്ന ഭക്ഷണത്തെ കളർ ചേർക്കാൻ അവർ നിർബന്ധിതരാകുന്നു. നാട്ടിൻപുറത്തെ സാധാരണ കണാരേട്ടന്റെ ചായക്കടയിൽ ചായ കുടിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി. അവിടെ വൈകിട്ട് ചായയും പഴംപൊരിയും, ചായയും നുറുക്കും ബിസ്ക്കറ്റും കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. എല്ലാവർക്കും വേണ്ടത് കളർഫുള്ളായ ടേസ്റ്റിയായ ഫുഡാണ്. ഈ ഫുഡിനെയൊക്കെ വൃത്തിയിൽ സംരക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരം ഓക്കെയാണ്. പക്ഷെ അത് തുടർച്ചയായി എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിന് താങ്ങാവുന്നതിലധികം ഹെവി ഫുഡ് എത്തുമ്പോഴാണ് ശരീരം പ്രതികരിക്കുന്നത്. ആ പ്രതികരണമാണ് സിറോസിസായി, കരൾ ഡിസീസായി. ആ പ്രതികരണമാണ് കിഡ്നി ഫെയിലിയറായി നമ്മുടെ മുമ്പിൽ ഹതാശയരായി കിടക്കുന്നത്. ഞാൻ നിങ്ങളെ ഇപ്പോൾ ക്ഷണിക്കുകയാണ്,
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വാർഡിലൊന്ന് പോയി നോക്കൂ. നാളെ ഞായറാഴ്ചയാണ്. ഡോക്ടർമാർക്കറിയാം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസുകൾ വർദ്ധിക്കുന്നത് സൺഡേസിലാണ്. കാരണമൊന്നുമല്ല, ആഘോഷിക്കാൻ വേണ്ടി ഉല്ലസിക്കാൻ വേണ്ടി ആളുകൾ പുറത്തിറങ്ങും. ആ ഉല്ലാസത്തിന് വീര്യം കുറയുമ്പോൾ വീര്യം കൂട്ടാൻ വേണ്ടി ചില ഉൽപ്പന്നങ്ങൾ ചെറുപ്പക്കാരും മുതിർന്നവരും ഉപയോഗിക്കും. ചിലപ്പോൾ അത് മദ്യമായിരിക്കും, വേറെ ചിലപ്പോൾ അത് സ്റ്റാമ്പുകളായിരിക്കും, വേറെ ചിലപ്പോൾ അത് പുകകളായിരിക്കും, വേറെ ചിലപ്പോൾ അത് വലിക്കുന്ന വേറെ എന്തെങ്കിലും വസ്തുക്കളോ പൊടികളോ ആയിരിക്കും. ഏതുമാവട്ടെ, ഈ ലഹരിയുടെ മായാലോകത്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ ചിന്താഗതി ഞാനൊരു പൈലറ്റാണെന്നാണ്. അതിവേഗതയിൽ അവൻ വണ്ടി താളാത്മകമായി ഓടിക്കുകയാണ്. ചെന്നുപോയി മുട്ടുന്നത് ഏതോ വേറെ പാവം ഒരു ദരിദ്രവാസിയുടെ വേറെ ഏതോ ഒരു സഹോദരന്റെ വാഹനത്തിലായിരിക്കും. അയാളും അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ സൺഡേസിൽ ഈവനിങ്ങിൽ വരുന്ന നൈറ്റിൽ വരുന്ന ഈ ആക്സിഡന്റ് കേസുകളിലെ ഒരു 60% ലഹരി ഉപയോഗിച്ചതിന്റെ പേരില്ല. പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന് കൊടുത്ത സുസ്ഥിരമായ ആരോഗ്യത്തെ അവൻ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പരിശോധനാ ഫലങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് ചില മാറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചുകൂടെ? ഡോക്ടർമാർ പറയും കിഡ്നി പേഷ്യൻ്റ് ആവുന്ന ആളുകൾക്ക് ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടി ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമെത്താതെ ഡീഹൈഡ്രേഷൻ അതെത്താതെ വരുമ്പോൾ ശരീരം പ്രതികരിക്കുകയും രക്തം നീരിലേക്ക് മാറുകയും അങ്ങനെ ബെഡിഷായി മാറുകയും ചെയ്യുന്നു. നോക്കൂ എത്ര സങ്കടകരമാ. ഈ പഞ്ചായത്തിൽ കാണും കിടപ്പ് രോഗികൾ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ കിടപ്പ് രോഗിയാകുന്നത്? ജന്മന ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ചിലർ കിടപ്പ് രോഗികളാകും. വേറെ ചില ആളുകൾ മാരകമായ രോഗം ബാധിച്ച് ക്യാൻസറോ കിഡ്നി ഫെയിലറോ ആയിട്ട് മാരക രോഗം ബാധിച്ച് ബെഡിഷാവും. വേറെ ചില ആളുകൾ അപകടം പറ്റിയിട്ട് സ്പൈനൽ കോഡ് തകർന്ന് ചക്ക പറിക്കാൻ മാങ്ങ പറിക്കാൻ മരത്തിന് മേലെ കയറി താഴെ വീണ് എല്ലൊടിഞ്ഞ് അങ്ങനെ കിടപ്പ് രോഗികളായ ആളുകൾ ഉണ്ടാവും. അവരെ പരിചരിക്കാനാണ് പാലിയേറ്റീവ് സംവിധാനങ്ങൾ രാജ്യത്ത്, സംസ്ഥാനത്ത്, ഗ്രാമപ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നത്. അവർ മാലാഖമാരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ വർഷം ചൂരൽമലയിലുണ്ടായത്. അവിടെ ധാരാളം റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകളിൽ ആഘോഷിക്കാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അതേസമയം അവിടെ വന്ന ആളുകൾ എത്ര പേർ മരണപ്പെട്ടു പോയി, എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അതിഭീകരമായ ഒരു പ്രകൃതിക്ഷോഭമാണ് ചൂരൽമലയിൽ നടന്നത്. ആ നടന്ന സമയത്ത് ചൂരൽമലയിലെ പ്രാദേശിക ക്ലബ്ബ് സംഘങ്ങളുണ്ട്. അവരോടിയെത്തി. രണ്ടാമതെത്തിയത് SYSന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ജമാൽ സാദി. അദ്ദേഹത്തിന് 2 JCBയും 2-3 ക്രെയിനും അത്യാവശ്യം ലോറികളൊക്കെ ഉള്ള ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വടം കെട്ടിയിട്ട് രാത്രി 1:50 സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ദീർഘനേരം അധ്വാനിച്ചു. ഒരു ദിവസമല്ല, ഞാൻ പറയുന്നത് SYS മാത്രമൊന്നുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ഒട്ടുമിക്ക സന്നദ്ധ സംഘടനകളുടെയും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കൈ മെയ് മറന്നു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളം തുല്യതയില്ലാത്തൊരു വലിയ സമാശ്വാസ പ്രവർത്തനത്തിന് സാക്ഷിയാവാൻ കാരണമായത്. നമുക്ക് മലയാളികൾക്ക് അത്തരമൊരു കൾച്ചറുണ്ട്, ആ സംസ്കാരമുണ്ട്. ആ സംസ്കാരമുള്ളത് കൊണ്ടാണ് ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. ആ തിരിച്ചറിവിന്റെ ഭാഗമായാണ് ദാരുണമായ ജീവിതാവസ്ഥയിലുള്ള ഹതാശരായി കിടക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കൈനീട്ടാൻ ഈ സമൂഹം പ്രാപ്തമാവുന്നത്. എത്ര പേരുണ്ട് തെരുവിൽ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നുണ്ട്. ഒരു കുട്ടി വന്നു സങ്കടം പറയുന്നു, സർ എൻ്റെ വീട് ദുർബലമായിരിക്കുകയാണ്, മേൽക്കൂര ഷീറ്റിട്ടിട്ട് മഴവെള്ളം കൊണ്ട് കുഴിയായി അതിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങി ഞങ്ങളെ വീട്ടിൽ ആകെയുള്ള ഒരു ബെഡുണ്ട്, ആ ബെഡ് പോലും കുതിർന്നു പോവുകയാണ്. ഇവനെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും? പലരെയും സമീപിച്ചു. തൽക്കാലം റക്സിൻ ഷീറ്റോ മറ്റോ വലിച്ചു കെട്ടി താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കാം. പക്ഷെ അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമുണ്ട്. അവനെ കൈപ്പിടിച്ച് കോഴിക്കോട് ടൗണിലെ രാത്രി സമയത്തെ കാഴ്ചകൾ അവനെ കാണിച്ചു കൊടുക്കണം. അവിടെ വലിയ മാളുകളുടെയും വലിയ ജ്വല്ലറികളുടെയും ഷോപ്പുകളുടെയും മുൻഭാഗത്ത് ചില മനുഷ്യരുണ്ട്. അവർ പേപ്പറിന്റെ കട്ടിങ് ചുരുട്ടിപ്പിടിച്ച് അവർ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കുന്നത്? ഈ ഷട്ടർ ഒന്ന് താന്ന് കിട്ടിയിട്ട് വേണം, ഈ ലൈറ്റ് ഒന്ന് അണഞ്ഞിട്ട് വേണം, ഈ കടവരാന്തയിൽ ഒന്ന് കിടന്നുറങ്ങാൻ എന്നവർ കാത്തിരിക്കുകയാണ്. മേലെ ആകാശം, താഴെ ഭൂമി. അവർക്ക് ജീവിത സ്വപ്നങ്ങളില്ല, അവർക്ക് വലിയ മോഹങ്ങളില്ല, അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല.
ഒന്ന് അന്തിമയങ്ങാൻ, കൊതുക് കടിച്ചാലും വേണ്ടിയില്ല, പെരുച്ചാഴിയും എലിയും ചുറ്റുവട്ടത്തൂടെ പോയാലും വേണ്ടിയില്ല, ഞങ്ങൾക്കൊന്ന് അന്തിയുറങ്ങാൻ ഒരു പ്രതലം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവനെ, എന്ന് അനുഭവിക്കുന്നവനെ കാണിച്ചു കൊടുക്കാനേ ഈ പയ്യനോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികളിൽ ആരോഗ്യം പ്രശ്നമാണ്, സമ്പത്ത് പ്രശ്നമാണ്, തൊഴിൽ പ്രശ്നമാണ്, വിദ്യാഭ്യാസം പ്രശ്നമാണ്. മലയാളികൾക്ക് ഇത് അത്രമേൽ പ്രശ്നമല്ലെങ്കിലും കേരളത്തിന് വെളിയിലുള്ള പുറത്തുള്ള 28 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ അതിഥി തൊഴിലാളികളായി നമ്മുടെ പരിസരങ്ങളിലെ കടയുടെ മേൽഭാഗത്ത് വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചുമ്മാ ജസ്റ്റ് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക, എന്തായിരിക്കും അവരെ ഇവിടേക്ക് വരാൻ പ്രേരിപ്പിച്ചത്? അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം അവർ അനുഭവിക്കുന്നില്ല. ഇവിടെ രാജ്യത്ത് ഭരിക്കുന്ന, ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഗവൺമെന്റുകളുടെ, സർക്കാരുകളുടെ മുൻകൈയാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടുണ്ട്, ആശുപത്രികൾ വികസിച്ചിട്ടുണ്ട്. ആ വികസിച്ച കാലത്തും ചികിത്സ എന്നത് അപ്രാപ്യമായി പോവും വിധത്തിലേക്ക് നാം ആശങ്കപ്പെടുകയാണ്. വ്യവസായശാലകളിൽ പുകക്കുഴലുകൾ കാണാം, പക്ഷേ പുകക്കുഴലുകളില്ലാത്ത വ്യവസായശാലകളായി ആശുപത്രികൾ മാറുന്നോ എന്ന് ജനം സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെന്റിലേറ്ററിൽ അകപ്പെടേണ്ടതില്ലാത്തൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റൽ ICUയിലേക്ക് കൊണ്ടുപോയി വെന്റിലേഷൻ കൊടുത്ത് വീണ്ടും വീണ്ടും അവിടെ നിർത്തി നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ പുറത്തെത്തിച്ച് ആ വെന്റിലേഷൻ മാറ്റുന്നതോടുകൂടി ഇയാൾ ഡെത്ത് സംഭവിക്കുന്നുവെങ്കിൽ ഈ 3, 4, 5 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഇവിടെ കിടന്നതിൻ്റെ ഫലം എന്താണ്? ഡോക്ടർമാരെ ആക്ഷേപിക്കാൻ പാടില്ല, അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റൽ എന്നത് ഒരു വ്യവസായമായി കാണുന്ന മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നത് അരുതായ്മയാണെന്ന് പറയാൻ നമുക്ക് മടിയില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂചിപ്പിക്കുന്നത്, നാടുനീളെ അടിസ്ഥാന ഹെൽത്ത് സെന്ററുകൾ, PHCകൾ, പ്രാദേശിക ചികിത്സാ കേന്ദ്രങ്ങൾ നാടുനീളെയുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ സഹായം അവലംബിക്കാം. അവിടെ സാധ്യമല്ലെങ്കിൽ മറ്റു ആശുപത്രികളെ സമീപിക്കാം. അപ്പോഴും രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്നതിനു പകരം ഒരു ഡോക്ടറുടെയും കുറിപ്പില്ലാതെ, എഴുത്തില്ലാതെ സ്വന്തം മെഡിക്കൽ ഷോപ്പിൽ പോയി എനിക്ക് പല്ലുവേദനയുണ്ട്, തലവേദനയുണ്ട്, വയറുവേദനയുണ്ട് എന്ന് പറഞ്ഞ് പെയിൻ കില്ലറുകൾ നിരന്തരം കഴിക്കുന്ന ആളുകളെ നമ്മൾ കാണും. വൈകുന്നേരം പോയി നോക്കൂ, ചില കടകളുടെ മുമ്പിൽ അങ്ങനെ സ്വയം രോഗം നിർണയിക്കുകയും സ്വയം ചികിത്സിക്കുകയും ചെയ്യുന്ന സ്വഭാവം എത്ര പ്രവൃദ്ധതയുണ്ടെങ്കിലും മലയാളികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുമ്പോഴും നാം നടത്തേണ്ട ബോധവൽക്കരണം അത് ചെയ്യാൻ പാടില്ല എന്നാണ്. ഈ പെയിൻ കില്ലറുകളാണ് ശരീരത്തിന്റെ സ്വതസിദ്ധമായ ജീവൽ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തി നേരത്തെ സൂചിപ്പിച്ച ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, സന്ധ്യ കഴിഞ്ഞാൽ, രാത്രി വളരെ വൈകിക്കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ, ദേശീയപാതകൾക്കരികിൽ എത്രമേൽ കടകള ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത്. അവിടെ ധാരാളം വ്യത്യസ്തങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിറഞ്ഞാടുകയാണ്. ഭക്ഷണം മനുഷ്യന്റെ ആരോഗ്യത്തിനാണ്. പക്ഷെ ഒരു ഭക്ഷണം കഴിച്ച് മനുഷ്യൻ രോഗാതുരമായ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാളും അപകടവും അബദ്ധവും എന്താണ്? ആ അബദ്ധത്തിലേക്ക് വൈകി ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക തുടങ്ങിയ ഒരുപാട് അബദ്ധങ്ങൾ പ്രബുദ്ധരായ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമാതിരി എല്ലാ തിന്മകൾക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു ശേഷിയെക്കുറിച്ചാണ് SOSന്റെ സാന്ത്വനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ, അവിടെ ചുറ്റുവട്ടത്ത് ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ മുൻകൈയാൽ കഴിഞ്ഞ 28 കൊല്ലം മുമ്പ് SOSന്റെ ആഭിമുഖ്യത്തിലുള്ള സഹായി വാദി സലാം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ, വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും മായം ചേർക്കാത്ത ഭക്ഷണം ഈ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നതായിരിക്കുമല്ലോ എന്ന വിശ്വാസത്തിന്റെ കൂടി പുറത്താണ് അവിടെ കൊടുക്കുന്നത്. എല്ലാ ദിവസവും 500ഉം 1000ഉം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ആളുകൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നു. മരുന്നില്ലാത്ത കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നത്? ഇവിടെ SOSന്റെ സാന്ത്വനം പ്രവർത്തകർ അവരുടെ പ്രവർത്തനവുമായി പോകും, വീടുകൾ കയറിയിറങ്ങും. അവർ വീടുകളിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൈ മടക്കരുതേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വീടുകളിൽ വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കിടപ്പ് രോഗികളായ ആളുകളുണ്ടാകും. ആ കിടപ്പ് രോഗികൾക്ക് വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ? വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം കൊടുക്കാൻ പറ്റില്ലേ? ഒരു ഉമ്മയുണ്ട്, തിരൂരങ്ങാടിയിലാണ് അവരുടെ വീട്. 9 മക്കളെ പെറ്റിട്ടുണ്ട്. ആ 9 മക്കളെ പെറ്റ ഉമ്മ 2 കൈ സ്ട്രോക്ക് വന്ന് വളഞ്ഞ് അത് നെഞ്ചിനോട് ചേർന്ന് നഖം നീണ്ട് ആ നഖം ചെസ്റ്റിലുള്ള മാംസപാളികളിലേക്ക് ഊർന്നിറങ്ങി
അവിടെ പുഴുവരിക്കുന്ന രീതിയിലാണ് നമ്മുടെ വളണ്ടിയർമാർ പോയി നോക്കുമ്പോൾ കാണുന്നത്. അതിദയനീയമായ ചിത്രം. 9 മക്കൾ ജീവപാനമായി കുടിച്ച ആ സുന്ദരമായ ശരീരത്തിന് ഈ കൈയൊന്ന് മാറ്റിവെക്കാൻ, ആ കൈയുടെയും ശരീരത്തിലെ ചെസ്റ്റിലുള്ള സ്കിന്നിന്റെയും ഇടയിൽ ഒരു കോട്ടൺ പീസ് വെക്കാൻ ഒരു മകൻ പോലും ഉണ്ടായില്ല, ഒരു മകള് പോലും ഉണ്ടായില്ല എന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ്. നമ്മൾ അറിയാത്ത ധാരാളം മനുഷ്യരുണ്ട്. കോഴിക്കോട് ഒരു വിദ്യാർത്ഥി സംഘമുണ്ട്. ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഘമാണ്. അവരുടെ പരിപാടി എന്താ? കോഴിക്കോട് നഗരത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനം, ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, ഓൾഡ് ഏജ് ആയ ആളുകൾ. ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുടെ വീട്ടിൽ പോയി അവരെ സമീപിച്ച് അവരുമായി ചുമ്മാ ടോക്ക് ടൈം, അവരുമായി സംസാരിക്കുകയാണ്. അവരെ കൂട്ടി വാഹനത്തിൽ കൂട്ടി മാളുകളിലോ ബീച്ചുകളിലോ വന്ന് അവരോട് വാ തുറന്ന് സംസാരിക്കുന്നു. എത്രയോ ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ ആളുകൾ ഇന്ന് വീടുകൾക്കകത്ത് തടവറയിൽ കഴിയുന്നു എന്ന് മനസ്സിലാക്കി കുട്ടികൾ അതിന് പേയ്മെന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടുനീളെ ഇങ്ങനെ ഹതാശയരായ ആളുകൾ, ചിലർക്ക് മാനസിക പിന്തുണയായിരിക്കും കൊടുക്കേണ്ടത്, വേറെ ചിലർക്ക് ലഹരിയിൽ നിന്നുള്ള മുക്തിയായിരിക്കും. കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നുണ്ട്. കുട്ടികൾ ലഹരിയിലേക്ക് പോകാനുള്ള കാരണം അവൈലബിലിറ്റിയാണ്. നാടുനീളെ ഒരുപാട് അപരിചിതരായ ആളുകൾ വന്ന് നമ്മുടെ ഹയർ സെക്കൻഡറികളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ ചെറിയ പൗച്ചുകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അവിടെ ഇടപെടാൻ സാമൂഹ്യമായ പ്രബുദ്ധത നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നാടിനെ ഒന്നിച്ചു പിടിക്കാൻ കഴിയും. രോഗത്തിന് മതമില്ല, രോഗത്തിന് ജാതിയില്ല, രോഗത്തിന് രാഷ്ട്രീയമില്ല. രോഗം ആർക്കും വരാം. വരാവുന്ന സമയത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം വന്ന ആളുകളെ അവരെ ചേർത്തു പിടിക്കാൻ കഴിയണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവ്യവചനം വഹി ഇറങ്ങുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആദ്യ വചനം ഓതിക്കൊടുത്തു. ഗുഹയിൽ നിന്ന് നേരെ പനിച്ചു വിറച്ച് വീട്ടിലേക്ക് വരികയാണ്. പ്രിയതമ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ വീട്ടിലുള്ളത്. വീട്ടിലേക്ക് ചെന്നപ്പോ ഈ ഭാര്യ ഭർത്താവിനോട് എന്തായിരിക്കും പറയാ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞങ്ങളോട് പോവണ്ട, അല്ലെങ്കിലും ഞാൻ പറഞ്ഞാ കേൾക്കൂല, ഞാൻ ഇല്ലാതെ ഒറ്റക്കല്ലേ ഞങ്ങൾ പോയത് എന്ന കുത്തുവാക്കുകളല്ല, എന്ന വിമർശന സ്വരങ്ങളല്ല. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദ. പടച്ചവനാണേ സത്യം, നിങ്ങളെ ഒരിക്കലും ദൈവം സൃഷ്ടാവ് കൈവിടിയില്ല. എന്നിട്ട് എന്താ ചേർത്ത് പറയുന്നത്? അങ്ങ് ശരണമില്ലാത്ത ആളുകൾക്ക് ശരണം കൊടുക്കുന്നവരല്ലേ? അങ്ങ് ഗതിയില്ലാത്ത ആളുകൾക്ക്, അഗതികളായ ആളുകൾക്ക് ഗതി നിർണയിച്ചു കൊടുക്കുന്ന ആളുകളല്ലേ? അങ്ങ് അശരണരായ ആളുകൾക്ക് ശരണം ചെയ്തു കൊടുക്കുന്ന ആളല്ലേ? അതുകൊണ്ട് അങ്ങോട്ടും ഭയപ്പെടേണ്ടതില്ല, അങ്ങക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് ആശ്വസിപ്പിച്ചുവെങ്കിൽ ജീവൽ മൗലികമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് സാന്ത്വന പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ കൈ മെയ് മറന്ന് ഇവിടെയുള്ള സാന്ത്വനം പ്രവർത്തകർ ഇടപെടുന്ന സമയത്ത് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. ഒപ്പം ഒരു എജു ഹബ്ബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ പ്രൈവറ്റ് ഏജൻസികളിലൊക്കെ തൊഴിൽ രംഗത്തേക്ക് എത്താനും ജീവിതം സുസ്ഥിരമായ രീതിയിൽ കൊണ്ടുപോകാനും ഈ സംരംഭം കാരണമാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് SOS നടത്തുന്ന സകലമാന സന്നദ്ധ പ്രവർത്തനങ്ങളിലും ആശ്വാസ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഉണ്ടാകണേ എന്ന് ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നു